നമസ്കാരം. സമീപകാലത്ത് ലോട്ടറി അടിച്ച ടെലികോം സേവനദാതാക്കൾ പൊതുമേഖലാ കമ്പനിയായ BSNL തന്നെയാണെന്ന് വേണം പറയാൻ. സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യ മാസം, അതായത് ജൂലൈയിൽ 29 ലക്ഷം പുതിയ ഉപഭോക്താക്കളെയാണ് BSNLന് കിട്ടിയത് എന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 4G വൈകിയതും നെറ്റ്വർക്കിന്റെ വേഗമില്ലായ്മയും BSNL നിന്ന് കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ആളുകളെ അകറ്റി നിർത്തിയിരുന്നു. എന്നാൽ സ്വകാര്യ ടെലികോം സേവനദാതാക്കളായ റിലയൻസ് ജിയോയും ഭാരതി എയർടെലും വോഡാഫോൺ വിഐയും താരിഫ് നിരക്കുകൾ ജൂലൈ ആദ്യം വർദ്ധിപ്പിച്ചതിനു ശേഷം ആ മാസം 29 ലക്ഷം പുതിയ ഉപഭോക്താക്കളെയാണ് BSNLന് ലഭിച്ചത്. നിരക്കുകൾ കൂട്ടാതെ മാറി നിന്ന BSNLന്റെ നീക്കമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. ജൂണിൽ BSNLന് 7 ലക്ഷത്തിലേറെ ഉപഭോക്താക്കളെ ആയിരുന്നു നഷ്ടമായിരുന്നത്. എന്നാൽ ജൂലൈയിൽ 29 ലക്ഷം പേരെ പുതുതായി ചേർത്ത് BSNL ഞെട്ടിച്ചിരിക്കുകയാണ്. അതേസമയം ജൂണിൽ 19.1 ലക്ഷം പുതിയ യൂസർമാർ ആകർഷിപ്പിച്ചിരുന്ന ജിയോയ്ക്ക് നിരക്കുകൾ കൂട്ടിയതിനു ശേഷം ജൂലൈയിൽ 7 ലക്ഷം ഉപഭോക്താക്കളെ നഷ്ടമായിട്ടുണ്ട്. ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് എയർടെലിനാണ്. ജൂണിൽ 12.5 ലക്ഷം യൂസർമാരെ അധികമായി ലഭിച്ച എയർടെലിന് ജൂലൈയിൽ 16.9 ലക്ഷം യൂസർമാരെ നഷ്ടമായിട്ടുണ്ട്. വിഐക്ക് ജൂലൈയിൽ 14 ലക്ഷം യൂസർമാരെയും നഷ്ടമായി എന്നാണ് കണക്കുകൾ പറയുന്നത്. ജൂണിലും വിഐക്ക് യൂസർമാരെ നഷ്ടമായിരുന്നു. ജൂൺ മാസം 8.6 ലക്ഷം യൂസർമാരാണ് വിഐ ഉപേക്ഷിച്ചത്. ജൂലൈ 3-4 തീയതികളിലായിരുന്നു വിവിധ സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. ഭാരതി എയർടെലും വോഡാഫോൺ ഐഡിയയും 21%, ജിയോ 12 തൊട്ട് 25% വരെയുമായിരുന്നു നിരക്ക് വർദ്ധിപ്പിച്ചത്. സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ ചുമത്തുന്ന ഏകദേശം 15% അധിക ചാർജുകൾ ഒഴിവാക്കാൻ ഉപയോക്താക്കളെ BSNLിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഉപഭോക്താക്കളുടെ ആവശ്യത്തിന് മറുപടിയായി BSNL രാജ്യവ്യാപകമായി 4G റോൾ ഔട്ട് വേഗത്തിലാക്കിയിട്ടുമുണ്ട്. ഇനി റീചാർജിന്റെ കാര്യം നോക്കുമ്പോൾ 18 രൂപ മുതൽ 2999 രൂപ വരെ വോയിസ്, ഡാറ്റ ബണ്ടിൽഡ് ഓപ്ഷനുകളുള്ള രാജ്യത്തെ ഏറ്റവും താങ്ങാനാവുന്ന ചില റീചാർജ് പ്ലാനുകൾ BSNL വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ BSNL ഏറ്റവും മികച്ചതാണ്. BSNLന്റെ 298 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനാണ് കൂടുതൽ ഉപയോക്താക്കളുടെയും ഹൃദയം കീഴടക്കുന്നത്. അതിന്റെ ആദ്യത്തെ കാരണം ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് 52 ദിവസത്തെ വാലിഡിറ്റി ലഭിക്കുമെന്നതാണ്. ഇതുകൂടാതെ ഉപയോക്താക്കൾക്ക് അൺലിമിറ്റഡ് കോളുകളും ഉപയോഗിക്കാം. പ്രതിദിനം 1 GB ഡാറ്റ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇത് മാത്രമല്ല, എല്ലാ ദിവസവും 100 SMS അധികമായി ലഭിക്കുന്നുമുണ്ട്. ജിയോയ്ക്കും എയർടെലിനും ഒത്ത എതിരാളിയായി പൊതുമേഖലാ ഉടമസ്ഥതയിലുള്ള ഏക ടെലികോം കമ്പനിയായ BSNL വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പുത്തൻ ടെക്നോളജികൾ ആദ്യം അവതരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ജിയോയെ പോലെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സർവത്ര എന്ന പുത്തൻ ടെക്നോളജി ഇപ്പോൾ BSNL പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണം പൂർത്തിയാക്കി BSNL സർവത്ര ടെക്നോളജി പ്രാബല്യത്തിൽ വന്നാൽ അത് ജിയോയ്ക്കും മറ്റ് ടെലികോം കമ്പനികൾക്കും വൻ ഭീഷണിയാവും സൃഷ്ടിക്കുക.